സീനായി മൗണ്ട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ തോമസ് ലീഹായുടെ ദിവ്യകാരുണ്യ കോംബ്രേരിയ തിരുനാളിന് കൊടിയേറി. ഡിസംബർ 16-ന് കോട്ടപ്പുറം രൂപത ബിഷപ്പ് എമിരിറ്റസ് റൈറ്റ് റവറന്റ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമായ തിരുനാളിന് ഡിസംബർ 21-ന് സമാപനം കുറിക്കും. ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമസ് ലീഹായുടെ പുണ്യപാദ സ്പർശമേറ്റ മണ്ണിൽ ജാതിമതഭേദമന്യേ ധാരാളം ഭക്തജനങ്ങളാണ് അനുഗ്രഹങ്ങൾ തേടാനായി എത്തുന്നത്. തുരുത്തൂർ സീനായി മൗണ്ട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ തോമസ് ലീഹായുടെ ദിവ്യകാരുണ്യ കോംബ്രേരിയ തിരുനാളിന് ഡിസംബർ 16-ാം തീയതി കൊടിയേറി. കോട്ടപ്പുറം രൂപത ബിഷപ്പ് എമിരിറ്റസ് റൈറ്റ് റവറന്റ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. തുടർന്ന് ദിവ്യബലി, നൊവേന, വചന പ്രഘോഷണം, ലദീൻ, ഗാനമേള എന്നിവ നടന്നു. ഡിസംബർ 21-ന് നടക്കുന്ന ആഘോഷമായ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മോസ്റ്റ് റവറന്റ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ മുഖ്യ കാർമ്മികനാകും. ഡിസംബർ 27, 28 തീയതികളിലാണ് എട്ടാമിടം. ഇവിടെ ദേവാലയത്തിന് മുമ്പിൽ എഴുതിയിരിക്കുന്നത് പോലെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നേറ്റ് പറഞ്ഞുകൊണ്ട് കർത്താവും രക്ഷകരമായ യേശുവിൽ അവിടുന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസം നമുക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്തു. ഈ വിശുദ്ധൻ്റെ വരവിൻ്റെയും ആ വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെയും എല്ലാം തിരുശേഷിപ്പുകളാണ് നമ്മളെല്ലാവരും. നമ്മുടെ സ്ഥലവും നമ്മുടെ പുണ്യഭൂമിയും തീരപ്രദേശങ്ങളും മലയോരങ്ങളും എല്ലാം ഈ വിശുദ്ധൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ പുണ്യഭൂമിയായി നാം കാണുന്നു. ന്യൂസ് ബ്യൂറോ, പറവൂർ. നല്ല നാടൻ ഐറ്റംസ് മുതൽ അറബിക്ക്, ചൈനീസ്, മലായി, സ്പാനിഷ് അങ്ങനെ നമ്മുടെ കൊച്ചിക്കായലിന്റെ തീരത്ത് നിന്ന് ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടിയൻ, പനമ്പള്ളി നഗർ.